പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റമാണ്. അത് ആന്ധ്ര കോൺഗ്രസിൽ ഉണ്ടായ ദിവസമാണ്. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിളയെ PCC അധ്യക്ഷയായി നിയമിച്ചു. നിലവിലെ അധ്യക്ഷൻ G രുദ്രരാജു സ്ഥാനം രാജിവെച്ചിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യമെന്ന് YS ശർമിള പ്രതികരിച്ചു. കോൺഗ്രസിന്റെ മുഖമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആന്ധ്രാപ്രദേശിൽ കളം പിടിക്കുകയാണ് കോൺഗ്രസ്. YSR തെലങ്കാന പാർട്ടിയെ ലയിപ്പിച്ച് അടുത്തിടെയാണ് YS ശർമിള കോൺഗ്രസിലെത്തിയത്. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ ശർമിളയ്ക്ക് നൽകുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് AICC നേതൃത്വത്തിന് നന്ദിയുണ്ടെന്നും കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കാനായി പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നും YS ശർമിള സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ശർമിള PCC അധ്യക്ഷയായതോടെ സഹോദരങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിൽ. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയാണ് ശർമിള ആന്ധ്രയിൽ രാഷ്ട്രീയം പറയേണ്ടത്. ശർമിളയുടെ മാതാവും YS രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയുമായ വിജയമ്മയെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. ഈ നീക്കം ഫലം കണ്ടാൽ മകൻ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അമ്മ തന്നെ രംഗത്തെത്തും. 24 ചെന്നൈ.